ഇത് കഴിക്കടാ. ഒരു വക കഴിക്കൂല. പോകോ അവൻ കഴിക്കുന്നില്ല. ഞാൻ കൊണ്ടുപോയെ. ഒരു വക കഴിക്കൂല. റിയാസ് ഭായി, ഈ അബി എന്തിനാ പഠിക്കുന്നത്? അത് തന്നെ എനിക്ക് പറഞ്ഞുള്ളൂ. എന്തിനാ പഠിക്കുന്നത്? നമുക്ക് പിന്നെ ഓസ്ട്രേലിയക്ക് കയറ്റി വിടാലോ, സ്കോളർഷിപ്പോട് കൂടി. ഞാൻ കയറ്റി വിടാന്നേ. എന്റെ പൊന്നിന് സാർക്ക് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? ഓസ്ട്രേലിയയിൽ പോയി പിന്നെ എന്തോന്ന് ഇംഗ്ലീഷ് അറിയാം? പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ TV മേടിച്ചു കൊടുത്തു. ഇംഗ്ലീഷ് പത്രം വരുത്തി, മാഗസിൻ വരുത്തി. ഇതൊന്നും തുറന്നു നോക്കണ്ടേ? കളി. ഒരു ഫുട്ബോൾ ഇറങ്ങിയിട്ടുണ്ട്. നാശം പിടിക്കാനായിട്ട് 24 മണിക്കൂർ അതിന്റെ പുറകെ. ഒരുപക്ഷെ ഈ മോനും ഈ ഉപ്പയും പ്രതികരിച്ച രീതിയെ ചെറുതായിട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ. ചെയ്യുന്നുകുട്ടാ, ഇത് വരട്ടെ. കേട്ടാ, കുടിച്ചോണ്ടോ? എന്ത് കൊടുത്താലും എന്റെ മോൻ കഴിക്കും, കുടിക്കും. അല്ലേ മോനെ? ഗുഡ് ബോയ്. കേട്ടാ, മോനെ കൊണ്ടുപോക്കോ. അല്ല റിയാസ് ഭായി, അബി എന്തിനാ പഠിക്കുന്നത്? അപ്പൊ +2 കഴിഞ്ഞ് ഇങ്ങനെ അടുത്ത ലെവലിലേക്ക് കുതിക്കാൻ നിൽക്കുകയാണ്. നല്ല എഫേർട്ട് എടുക്കും. റിസൾട്ട് ഒക്കെ എഫേർട്ടിനനുസരിച്ചുണ്ടോ എന്നുള്ളത് രണ്ടാമത്. പക്ഷെ നല്ല എഫേർട്ട് എടുക്കും. മാത്സിലൊക്കെ കുറച്ച് വീക്ക് ആണെങ്കിലും ഫുട്ബോൾ സ്കിൽസിൽ ഹൈ ആണ്. റൊണാൾഡോ ആണ് ഇവരുടെ റോൾ മോഡൽ. എന്നാ അബീനെ നമുക്ക് ഓസ്ട്രേലിയക്ക് വിട്ടാലോ? സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നേ. ഞാൻ കയറ്റി വിടാം. അവന്റെ ഇഷ്ടമാണ്. അവന് ഇഷ്ടമുള്ളിടത്ത് പഠിക്കാം. അവൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാം. ഓസ്ട്രേലിയയിൽ പോണ. പഠിക്കൂല, കഴിക്കൂല. ഇത് നമ്മൾ പലപ്പോഴും പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് ആയിട്ടും നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിരന്തരം പറയാറുണ്ട്. പറയുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിലെ മനപ്രയാസമാണ്. ഇത് വലിയൊരു അപകടമാണ്. നമ്മുടെ കുട്ടികളോട് നമ്മൾ നിരന്തരമായി ആവർത്തിച്ച് പറയുന്ന ഈ വാക്കുകൾ പിന്നീട് അവരുടെ മനസ്സിൽ ചിന്തകളായി മാറും. ഈ ചിന്തകളാണ് അവരുടെ ഉള്ളിൽ തോന്നലുകളായി മാറുന്നത്. ആവർത്തിച്ച് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും അത് വിശ്വാസമായി മാറും. നമ്മൾ ആവർത്തിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കില്ല എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസമായി മാറും. അടുത്ത തവണ അവൻ ബുക്ക് എടുത്ത് പഠിക്കാനിരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലെ വിശ്വാസം അവന്റെ മനസ്സിനോട് പറയും, നീ പഠിക്കില്ല, നീ പഠിക്കാത്തവനാണ്. അപ്പൊ അവൻ ബുക്ക് തുറക്കുമ്പോൾ പഠിത്തമൊഴികെയുള്ള പല ചിന്തകളും അവന്റെ മനസ്സിൽ വരും. ഇതുപോലെ തന്നെയാണ് ആഹാരം കഴിക്കുന്ന വിഷയം. ഇനി ഇതിൽ ഏറ്റവും വലിയ അപകടം 4 ആൾ കൂടുന്നിടത്താണ് നമ്മുടെ മക്കളെ നമ്മൾ പലപ്പോഴും ഇൻസൾട്ട് ചെയ്യാറുള്ളത്. ഇവൻ പഠിക്കൂല, കഴിക്കൂല എന്നൊക്കെ പറയുന്ന ഈ ലേബലിംഗ് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ കൊടുക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ വിശ്വാസം വളരെ ദൃഢമായി മാറും. ഇത്തരം നമ്മളുടെ പ്രയാസങ്ങൾ, പരാതികൾ പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടം നമ്മുടെ കുട്ടികൾ പഠിക്കാത്തവരായും കഴിക്കാത്തവരായും ഉപയോഗമില്ലാത്തവരായും യൂസ്ലെസ് ആയൊക്കെ മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രയാസം പബ്ലിക്കിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ പോസിറ്റീവായി ഒരു മാറ്റവും വരാൻ പോണില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നേരെ മറിച്ച് പബ്ലിക്കിന്റെ മുന്നിൽ അവനെ കുറിച്ചിട്ട് പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ, പഠിക്കില്ലെങ്കിൽ പോലും, മാർക്ക് വാങ്ങുന്നില്ലെങ്കിൽ പോലും അവൻ എഫേർട്ട് എടുക്കുന്നു എന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവൻ പഠിക്കാനിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ബോധം അവനെ കൊണ്ട് പഠിക്കാൻ പ്രേരിപ്പിക്കും. അത്തരം ബോധമാണ് ആസ് പാരന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആവർത്തിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ കുട്ടികളുടെ ഭാവിയായി, ഐഡന്റിറ്റിയായി, സ്വഭാവമായി, അവരുടെ ജീവിതമായി മാറുകയാണ്. അതുകൊണ്ട് എന്തു പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആരുടെ മുന്നിൽ വെച്ച് എന്തു പറയുന്നു എന്നുള്ളത് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത് എന്റെ മോനോട് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് ഉപ്പയോട് മാത്രമല്ല, ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങളോടും കൂടിയാണ്.